KSRTCയിലെ പ്രിയദർശിനി പദ്ധതി വികസന കുതിപ്പോ അതോ തകർച്ചയുടെ തുടക്കമോ? പദ്ധതി KSRTCയെ സ്വകാര്യവൽക്കരിക്കുന്നതിന്റെ മുന്നോടിയോ? നഷ്ടത്തിലാകുന്ന സ്വകാര്യ ബസ് വ്യവസായത്തെ ആര് സംരക്ഷിക്കും? കേരളത്തിലെ പൊതുഗതാഗത ചരിത്രത്തിൽ വലിയൊരു നാഴികക്കല്ലായാണ് KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഉറപ്പു നൽകുന്ന പ്രിയദർശിനി പദ്ധതി അവതരിപ്പിക്കപ്പെട്ടത്. UDF സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലെ പ്രധാന വാഗ്ദാനമായിരുന്ന ഈ പദ്ധതി മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തതോടെ ഔദ്യോഗികമായി യാഥാർത്ഥ്യമായിരിക്കുകയാണ്. സൗജന്യ യാത്ര സ്ത്രീകൾക്കുള്ള ഔദാര്യമല്ല, മറിച്ച് സാമൂഹിക സാമ്പത്തിക പ്രതിഫലനമുണ്ടാക്കുന്ന അവകാശമാണ് എന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം സ്ത്രീ ശാക്തീകരണത്തോടുള്ള സർക്കാരിന്റെ കരുതലിനെയാണ് കാണിക്കുന്നത്. എന്നാൽ പദ്ധതിക്ക് പിന്നാലെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള ശക്തമായ സംവാദങ്ങളും കേരളീയ സമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. പ്രിയദർശിനി പദ്ധതിയെ ഒരു വിപ്ലവകരമായ ചുവടുവെപ്പായി കാണാൻ സാധിക്കും. ദൈനംദിന യാത്രകൾക്കായി വലിയൊരു തുക നീക്കിവെക്കേണ്ടി വരുന്ന സാധാരണക്കാരായ സ്ത്രീകൾക്കും വിദ്യാർത്ഥിനികൾക്കും ജോലിക്ക് പോകുന്നവർക്കും ഈ പദ്ധതി നൽകുന്ന സാമ്പത്തിക ആശ്വാസം ചെറുതല്ല. സ്ത്രീകളുടെ പൊതുവിടങ്ങളിലെ സാന്നിധ്യം വർദ്ധിപ്പിക്കാനും തൊഴിൽ മേഖലയിലേക്ക് കൂടുതൽ സ്ത്രീകൾ കടന്നുവരാനും ഇത് പ്രചോദനമാകും. കുടുംബ ബഡ്ജറ്റുകളിൽ സ്ത്രീകളുടെ യാത്രാ ചെലവ് ഇല്ലാതാകുന്നത് വഴി അവരുടെ സമ്പാദ്യശേഷി ഉയരുകയും ചെയ്യും. ഈ അർത്ഥത്തിൽ സാമൂഹിക നീതി ഉറപ്പാക്കുന്ന ഒരു ജനക്ഷേമ പദ്ധതിയായി ഇതിനെ കാണാം. പദ്ധതിയുടെ ഉദ്ദേശശുദ്ധിയെ പ്രകീർത്തിക്കുമ്പോഴും ഇതിന്റെ പ്രായോഗികതയെയും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളെയും കുറിച്ച് വലിയ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിനകം തന്നെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന KSRTCയുടെ ഭാവിയാണ്. സൗജന്യ യാത്രകൾ വഴി നഷ്ടമാകുന്ന വരുമാനത്തിന് കൃത്യമായ സബ്സിഡി തുക സർക്കാർ KSRTCക്ക് യഥാസമയം നൽകിയില്ലെങ്കിൽ അത് സ്ഥാപനത്തിന്റെ പൂർണ്ണ തകർച്ചയ്ക്ക് കാരണമാകും. പദ്ധതി ഉദ്ഘാടനം ചെയ്താൽ മാത്രം പോരാ എന്ന യാത്രക്കാരുടെ പ്രതികരണം ഈ ആശങ്ക അടിവരയിടുന്നു. സൗജന്യങ്ങൾ പ്രഖ്യാപിച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങളെ കൂടുതൽ നഷ്ടത്തിലേക്ക് തള്ളിവിടുന്നത് വഴി പിന്നീട് ലാഭകരമല്ല എന്ന കാരണം ചൂണ്ടിക്കാട്ടി കോർപ്പറേഷനെ സ്വകാര്യവൽക്കരിക്കാൻ സർക്കാർ തുനിഞ്ഞേക്കുമോ എന്ന സംശയം ശക്തമാണ്. കൃത്യമായ ആസൂത്രണമില്ലാത്ത ഇത്തരം ജനപ്രിയ പ്രഖ്യാപനങ്ങൾ പൊതുമേഖലയെ തകർക്കാനുള്ള കോർപ്പറേറ്റ് താൽപര്യങ്ങൾക്ക് വഴിമരുന്നിടുമോ എന്നും ഭയപ്പെടേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ കേരളത്തിന്റെ ഗതാഗത ശൃംഖലയിൽ നിർണായക പങ്കുവഹിക്കുന്ന ഒന്നാണ് സ്വകാര്യ ബസ് വ്യവസായം. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഏർപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും ഭൂരിഭാഗം വനിതാ യാത്രക്കാരും പൊതുഗതാഗതത്തെ ആശ്രയിക്കും. ഇത് നിലവിൽ തന്നെ വലിയ നികുതി ഭാരവും ഇന്ധനവില വർധനവും മൂലം പ്രതിസന്ധിയിലായ സ്വകാര്യ ബസ് ഉടമകളുടെ വരുമാനത്തെ കനത്ത രീതിയിൽ ബാധിക്കും. എല്ലാ ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യയാത്ര ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കോട്ടയത്ത് BJP പ്രവർത്തകർ ബസ് തടഞ്ഞതുപോലുള്ള പ്രതിഷേധങ്ങൾ ഇതിന്റെ പ്രതിഫലനമാണ്. സ്വകാര്യ ബസ് മേഖല പാടെ തകർന്നാൽ അത് ഈ രംഗത്തെ ലക്ഷക്കണക്കിന് തൊഴിലാളികളുടെ ഉപജീവനത്തെ ബാധിക്കും. ഭരണ പ്രതിപക്ഷ തർക്കങ്ങളും ഈ പദ്ധതിയെ ചൊല്ലി സജീവമാണ്. UDF വഞ്ചിച്ചെന്ന LDF ആരോപണങ്ങളും, ഒരിടത്ത് സൗജന്യ യാത്ര നൽകുമ്പോൾ മറ്റൊരിടത്ത് KSRTC ജീവനക്കാർ സ്ത്രീകളെ മർദ്ദിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകളും പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിനെ മങ്ങലേൽപ്പിക്കുന്നു. കൂടാതെ യാത്രാ സൗജന്യമുള്ള ഓർഡിനറി ബസ്സുകൾ കുറവായ റൂട്ടുകളിലെ സ്ത്രീകൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കില്ലെന്നതും പോരായ്മയാണ്. പ്രിയദർശിനി പദ്ധതി വിഭാവനം ചെയ്യുന്ന സ്ത്രീ ശാക്തീകരണവും സാമൂഹിക പുരോഗതിയും ഏറെ സ്വാഗതാർഹമാണ്. എന്നാൽ ഇത് കേവലമൊരു രാഷ്ട്രീയ ഗിമ്മിക്കായി അവശേഷിക്കാതിരിക്കണമെങ്കിൽ കൃത്യമായ ബഡ്ജറ്റ് വിഹിതവും ആസൂത്രണവും അത്യാവശ്യമാണ്. KSRTCയുടെ നിലനിൽപ്പിനെ ബാധിക്കാത്ത രീതിയിൽ നഷ്ടപരിഹാര തുക സർക്കാർ കൃത്യമായി നൽകുകയും സ്വകാര്യ ബസ് വ്യവസായത്തെ സംരക്ഷിക്കാൻ ആവശ്യമായ പാക്കേജുകൾ പ്രഖ്യാപിക്കുകയും വേണം. എങ്കിൽ മാത്രമേ വികസനവും ജനക്ഷേമവും ഒരേപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ കേരളത്തിന് സാധിക്കൂ.